ഇപ്പം ഞാൻ പറഞ്ഞു പ്രിയൻ സാറിനെയൊക്കെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നർമ്മമുള്ള കഥാപാത്രങ്ങളുണ്ട്. ഇപ്പം നർമ്മത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം എങ്ങനെയായിരുന്നു ജനാർദ്ദൻ ചേട്ടാ? തമാശ പരിപാടികളൊക്കെ തമാശ എന്ന് പറഞ്ഞാൽ അത് സിനിമയ്ക്കകത്ത് മാത്രമല്ല, ഈ സോമന്റെ കൂടെ ഇരുന്ന് നമ്മുടെ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ലൈറ്റ് ഹാർട്ടഡ് ആയിരുന്നു. അതാണ് വളരെ പിന്നെ സ്വഭാവത്തിൽ സിമ്പിൾ മാൻ. ഈ അക്കരെ അക്കരെ എന്നൊക്കെ പറയുന്ന സിനിമയില് ഒരു ഹോട്ടലിന്റെ, അമേരിക്കയിൽ ഒരു ഹോട്ടലിന്റെ റിസപ്ഷനിൽ ലുങ്കി എടുത്തു വന്ന് എന്നിട്ട് വിഗൊക്കെ കാണാതെ പോയിട്ട് പറയുന്ന സീനുകൾ, പൂച്ചക്കൊരു മൂക്കുത്തിയിലെ സീനുകൾ. ഞാൻ അതാ പറഞ്ഞത്, അദ്ദേഹം അഭിനയത്തെ പറ്റി ഇപ്പോഴാണ് നടന്മാർ ആ ലെവലിലുള്ള ഒരു അഭിനയത്തിന്റെ പല സാധ്യതകളെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അല്ലേ? ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കാരണം അവളുടെ രാവുകൾ, ഇതാ ഇവിടെ വരെ എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ ചട്ടക്കാരി അല്ലേ? ഇപ്പൊ നമ്മൾ ഏറ്റവും പുതിയ കാല സിനിമകളിൽ കാണുന്ന ഒരു പരിഷ്കാരി അല്ലെങ്കിൽ സിനിമകളിൽ അയ്യോ ഇത് ഞാൻ ചെയ്താൽ എന്താവും എന്നൊക്കെയുള്ള ചിന്തകളൊന്നും പല കഥാപാത്രത്തിനും അദ്ദേഹത്തിന് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇമേജ് കോൺഷ്യസ് അല്ലായിരുന്നു ഒട്ടുമല്ല. ആ സമയത്ത് ഇപ്പൊ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ഇല്ല, നിങ്ങളൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ ലൊക്കേഷനിലെത്തി, അവിടുത്തെ കാലാവസ്ഥ കൊണ്ടോ സാങ്കേതികമായ ഒരു കാരണം കൊണ്ടോ ഒക്കെ ഒരു 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ അന്ന് ഒരു 70s 75 80 സമയത്തൊക്കെ എന്തായിരിക്കും നിങ്ങളുടെ പരിപാടി? പറയാ കൊള്ളില്ല. സതിരുകളാണ്. സതിര് തുടങ്ങി അടിച്ച് പൊളിക്കാന്നൊക്കെ പറയുന്നത്. അടിച്ച് പൊളിക്കാൽ ഭയങ്കര ഒരു ഉത്സവമായിരിക്കും. അത് ഞാനൊരു മനസ്സിൽ ഇങ്ങനെ ഒരു വിഷയം കാണുന്നുണ്ട്. 70s എവിടെ ജനാർദ്ദൻ ചേട്ടൻ സോമേട്ടനൊക്കെ ഊട്ടി പ്രദേശങ്ങളിലൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അതല്ലേ, നമ്മളവിടെ നിന്നൊക്കെ പോവും, റൂമൊക്കെ വിട്ട് പോയി വേറെ ഒരിടത്തായിരിക്കും. അങ്ങനെ കറക്കത്തിരിച്ച് കാരണം പറയാൻ മടിക്കുന്നൊരു കാര്യം, ഇപ്പൊ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ജനാർദ്ദൻ ചേട്ടനെ കൊണ്ടേ പറഞ്ഞത്. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇന്റർനെറ്റിൽ വളരെ ജനകീയമായൊരു വീഡിയോ അത് ജനാർദ്ദൻ ചേട്ടനെ കുറിച്ച്. അപ്പൊ ജനാർദ്ദൻ ചേട്ടനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? എനിക്ക് പറഞ്ഞാൽ എനിക്ക് അധികം ടച്ച് എടുത്തും അടിക്കാറത് പയ്യ, ഒരു സ്മോൾ അടിച്ച് അടിക്കുമ്പോ അഭിനയിച്ചോണ്ടിരിക്കുമ്പോ മരിക്കും എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. അതല്ല അഭിനയമല്ല, അടിച്ചോണ്ടിരിക്കുമ്പോ മരിക്കണം. അതാണ് എനിക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല. അത് ഒരെണ്ണം അടിച്ചു, അത് അടിച്ചോണ്ടിരിക്കുമ്പോ ടക്ക് എന്ന് പറഞ്ഞ് പോവാ, അല്ലാതെ വേറെ കാര്യങ്ങളിലേക്കൊന്നുമില്ല അല്ലേ? ജനാർദ്ദൻ ചേട്ടന് ആ സമയത്ത് അല്ല, നിങ്ങളുടെ അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ അത് പറയാനും പറ്റുന്ന കാര്യങ്ങളും അല്ല. വൃത്തികെട്ട സംഭവങ്ങളൊന്നുമല്ല ഉദ്ദേശിച്ചത് തന്നെയാണ്. നല്ല കോസ്റ്റ്ലി മദ്യം വാങ്ങിക്കുക, സന്തോഷത്തോടുകൂടി കഴിക്കുക. ഒരുപാട് പേര് കൂട്ടുകാരെ വിളിച്ച് അങ്ങനത്തെ ഞാൻ പറഞ്ഞ ഉത്സവമാകും. പക്ഷേ ഇതുവരെ അതൊരു ദുർനടപ്പിലേക്ക് പോയിട്ടില്ല കാരണവശാലും. അല്ല, ഞാൻ അതുകൊണ്ടാണല്ലോ ഞാൻ എടുത്ത അവധി സമയങ്ങളിൽ, ഒഴിവു സമയങ്ങളിൽ നിന്ന് ചോദിച്ചത്. അപ്പൊ രഞ്ജേട്ട, ജനാർദ്ദൻ ചേട്ട, സോമേട്ടനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെ കൂടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു 3 പതിറ്റാണ്ടിലധികമായി മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രതിനായകനായും ക്യാരക്ടർ റോളുകൾ ചെയ്തുമെല്ലാം നമ്മളോടൊപ്പം നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു നടൻ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സാദിഖ്. സാദിഖ, നമസ്കാരം, സ്വാഗതം, ഇരിക്കും. താങ്ക് യു. സാദിഖയോടൊരു ചോദ്യം. ഞാനിപ്പോ 3 പതിറ്റാണ്ടിലധികമായി എന്നാണ് ആമുഖത്തിൽ പറഞ്ഞത്, അതിൽ കൂടുതലായി എന്നാണ് എന്റെ വിശ്വാസം. 3 പതിറ്റാണ്ട് കഴിഞ്ഞു, 1.5 പതിറ്റാണ്ട്. ഈ ഇടയ്ക്ക് തൃശ്ശൂർ ഒരു വലിയ സ്വീകരണോ എത്രയോ വാർഷികാഘോഷം ഉണ്ടായിരുന്നല്ലോ. 25ാം വർഷത്തിന്റെ ആഘോഷമായിരുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലേ? 25 വർഷങ്ങൾ സിനിമയിൽ എത്രയോ കഥാപാത്രങ്ങൾ. സോമേട്ടനുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ചന്ദ്രലേഖ ഉൾപ്പെടെയുള്ള കോമഡി സിനിമകളിലുണ്ട്, ലേലം പോലുള്ള, വർണ്ണപ്പകിട്ട് പോലുള്ള ഒരുപാട് സിനിമകളിലുണ്ട്, രജപുത്രൻ, അങ്ങനെ കുറെ സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം, ഞാൻ സത്യത്തിൽ സോമേട്ടനെ നേരത്തെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നു, പക്ഷെ പടം റിലീസായില്ല. സോമേട്ടനെ ശരിക്കും അടുത്ത് പരിചയപ്പെടുന്നതും കാണുന്നതും ജെ.സി. സാറ് ഡയറക്ട് ചെയ്ത മോഹപക്ഷികൾ എന്ന സീരിയലാണ്. വളരെ ജനകീയമായിട്ടുള്ള പരമ്പര. അപ്പൊ എനിക്ക് ജെ.സി. സാറ് ഡയറക്ട് ചെയ്യുന്ന ഒരു സീരിയലുണ്ട്, അപ്പൊ അതിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. ലൊക്കേഷൻ 93-94 ആ സമയങ്ങളിൽ. അപ്പം ആ സീരിയലിൽ അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛൻ, അതായത് സോമേട്ടൻ്റെ മകനായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ഭാര്യ ശാന്തികൃഷ്ണനാണ്, സുഹൃത്ത് സായികുമാറാണ്. വൻ പുലികളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോഴാണ് എനിക്കറിയുന്നത്, എനിക്കറിയില്ലായിരുന്നു.
അപ്പോൾ സോമേട്ടനായുള്ള സീക്വൻസ് ആയിട്ടില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ മാരേജ് കഴിഞ്ഞ് ഞാൻ അന്നത്തെ ദിവസം അവിടെ തൃശ്ശൂർ അവിടെ കുറച്ച് ലേറ്റായി എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ സോമേട്ടനായുള്ള സീൻ വെച്ചിരിക്കുകയാണ്. എനിക്ക് ടൈമിനെത്താൻ പറ്റിയില്ല. ഫസ്റ്റ് ദിവസം തന്നെ സോമേട്ടനായുള്ള സീൻ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ഡേ. അപ്പൊ ഞാൻ അപ്പൊ എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പിന്നെ വെപ്രാളപ്പെട്ട് അവിടുന്ന് നേരെ വണ്ടി എടുത്ത് നേരെ ലൊക്കേഷൻ എത്തിയപ്പം ജയസാർ പറഞ്ഞു, സോമു ഭയങ്കര ചൂടിലാണ്, എന്നെ കാണാണ്ടായപ്പോൾ പുള്ളി ഇറങ്ങിപ്പോയി, എന്താണെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനാകെ ടെൻഷൻ അടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും വന്നാൽ ഒരു കാര്യം സാധിക്കും മേക്കപ്പ് ചെയ്തോ, പുള്ളി വരും എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ സൈഡിലൂടെ പുള്ളി പാസ് ചെയ്യുന്നു. പുള്ളി പറയും, ചിലവന്മാർക്കൊരു ധാരണയുണ്ട്, ഈ ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യട്ടെ എന്ന്. അറിയാത്ത കാര്യം. അപ്പം ഞാൻ ചെന്ന് കുറേ സോറി പറഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ മൂളി വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പുള്ളി ഭയങ്കര ചൂടില് സീൻ കൊണ്ടു തന്നപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഫുൾ പെർഫോം ചെയ്യേണ്ടതും അതുപോലെ ഇമോഷൻ സീനും സോമേട്ടനെ കെട്ടിപ്പിടിച്ച് ഒരു കൺഫസിങ് നടത്തുന്ന സംഭവമാണ് സോമേട്ടനായിട്ട്. ഞാനത് എൻ്റെ അമ്മോ ഞാൻ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് സംഭവം ചെയ്തു. സീൻ ഗംഭീരമായി, ജയസാർ നന്നായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ കൊള്ളാടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോവുകയും ചെയ്തു. അന്ന് ആ സീൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ സോമേട്ടനായിട്ട് ഭയങ്കര ബന്ധമാണ്. എവിടെ ഒരു ലൊക്കേഷൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ വന്നില്ലേ എന്നോട് വരാൻ പറ. പിന്നെ സോമേട്ടൻ്റെ കൂടെ നമ്മളിങ്ങനെ നിൽക്കണം, കൂടെ നിൽക്കണം. ഒന്നിനല്ല, പുള്ളിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണത്. ഇപ്പോൾ നമ്മൾ ചന്ദ്രലേഖ ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് മദ്രാസിൽ പുള്ളി സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ആയിരിക്കും, ഞാൻ 8th or 9th വിളിക്കും, ഇന്റർകോമിൽ വിളിക്കും, എടാ വന്നേ, ഞാൻ എന്ത് സോമേട്ടാ നീ വാ എന്ന് പറയും. ചെന്ന് കഴിഞ്ഞാൽ റൂമിൽ ചെന്ന് ആ ഡ്രോ തുറന്ന് കുപ്പി നിർത്തി ആ ഗ്ലാസ് നിർത്തി വെച്ച് ഇതിനെ വിളിപ്പിച്ചത് ഇവിടെ എടുക്കാൻ വേണ്ടി 9ാം നിലയിൽ നാളെ വിളിച്ചു നീ അവിടെ ഇരി എന്ന് പറഞ്ഞ് പുള്ളിക്ക് എന്താ വെച്ചാൽ എപ്പോഴും ആരെങ്കിലും വേണം. അത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ വേണമെന്നുള്ള വളരെ നിർബന്ധം. ഓർമ്മയിലെന്നും